ഈ ഹൈഡ്രോപോണിക്സ് കൃഷിയിൽ വെള്ളത്തിൻ്റെ യൂസേജ് വളരെ കൂടുതലെന്നൊക്കെയാണ് പൊതുവേ ഉള്ളൊരു ധാരണ. ഇത് റീസൈക്ലിംഗ് നടക്കുകയല്ലേ ചെയ്യുന്നത്? നമുക്ക് ആക്ച്വലി ഹൈഡ്രോപോണിക്സിൽ നമ്മുടെ നോർമൽ ഫാമിംഗ് വെച്ച് നോക്കുമ്പോൾ ഒരു 80% വെള്ളം കുറച്ച് മതി. കുറച്ച് നോർമൽ കൃഷിയേക്കായി 80% കാരണം നമ്മൾ മണ്ണിലോട്ട് നമ്മളിപ്പോൾ നമ്മുടെ ക്ലൈമറ്റ് ഒക്കെ വെച്ചിട്ട് നമ്മൾ വെള്ളം നനയ്ക്കുകയാണെങ്കിൽ അതിലൊരു 80% വെള്ളവും മണ്ണിലോട്ട് ഒലിച്ചു പോവുക. ചെടികൾക്ക് അത് ഉപയോഗിക്കാൻ കിട്ടുന്നില്ല, മണ്ണിലോട്ട് അങ്ങ് പോകും. അപ്പം നമ്മളിവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെള്ളം ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അത് അങ്ങോട്ട് പോകുന്ന വെള്ളം അതേപോലെ തന്നെ തിരിച്ച് സർക്കുലേറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ആ വെള്ളം ഒരിക്കലും നമ്മൾ വേസ്റ്റ് ആക്കുന്നില്ല. ഇവിടെ ഇതാണ് ടാങ്ക് അല്ലേ? ഇവിടെ നമ്മൾ 2 ടാങ്കുകളുണ്ട്. ഓരോ ഫാമിലേക്ക് 2 ഫാമുണ്ട്. 2 ഫാമിലേക്ക് 2 ടാങ്കുകൾ. ഈ ടാങ്കിലോട്ട് നമ്മൾ ന്യൂട്രിയൻസും കാര്യങ്ങളും വെള്ളത്തിലോട്ട് ആഡ് ചെയ്ത് ഇവിടുന്ന് പമ്പ് ചെയ്യും. ഓരോ പൈപ്പുകളിലും ഓരോ ടേബിളുകളിലും ഓരോ ചെടിയുടെ വേരുകളിലോട്ടും വെള്ളം ഒഴുകി അതേപോലെ തിരിച്ച് ഇതേ ടാങ്കിൽ തന്നെ തിരിച്ചു അതിങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഈ ന്യൂട്രിയൻസ് കുറവാകുമ്പോൾ നമുക്ക് നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ ഒരു സിസ്റ്റം ഉണ്ട്. നമ്മൾ ന്യൂട്രിയൻസ് ചെക്ക് ചെയ്യും. അത് നമുക്ക് ചെക്ക് ചെയ്യാനൊരു ഇതുണ്ട്. അപ്പം അത്രയും നമ്പർ ഉണ്ട്, അത്രയും കീപ്പ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി. പി എച്ച് മെയിൻറ്റെയിൻ ചെയ്യും. pH എപ്പോഴും ഒരു 6.5 താഴെ മെയിൻറ്റെയിൻ ചെയ്യും. 6.5 താഴെയാണ് നമ്മൾ ഗ്രീൻ 5.5 മുതൽ 6.5 വരെ മെയിൻറ്റെയിൻ ചെയ്യും pH.